അപ്പോൾ എന്താ ഞാൻ ഈ വിളമ്പിയെടുക്കണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? നമ്മുടെ ആരോഗ്യം നിലനിർത്താനും വളരെ ഔഷധ ഗുണമുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ഉലുവ കഞ്ഞിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കർക്കിടക മാസമല്ലേ വരാൻ പോണത്. അപ്പോൾ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഉലുവ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഒരു പിടി ഉലുവ ഞാൻ കഴുകി വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം ഇട്ടില്ലെങ്കിലും ഒരു 5-8 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് ഞവരരിയാണ് കേട്ടോ. ഈ ഞവരരിക്ക് വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് പകരം നമുക്ക് ചുവന്ന നിറത്തിലുള്ള ഏത് അരി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. തവിടോട് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളരി ഉപയോഗിക്കേണ്ട. നമ്മൾ ഒരു പിടി ഉലുവ എടുത്തുകൊണ്ട് 2 പിടി അരിയാണ് എടുക്കണേ. അരി എടുക്കണതിൻ്റെ പകുതി ഉലുവ എടുക്കണം കേട്ടോ. അതാണ് കണക്ക്. ഇത്രയും അളവിലെടുത്താൽ 2 പേർക്ക് വയറ് നിറയെ ഒരു നേരം കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. നമ്മളിത് രാവിലെയോ അല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ അരി വൃത്തിയായി കഴുകിയെടുക്കുകയാണ്. ഇതിലെ തവിട് അധികം കളയണ്ട. കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി കേട്ടോ. ഞവരരി എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ ആയുർവേദ കടകളിൽ നിന്നും കിട്ടും കേട്ടോ. ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് കലത്തിൽ വെച്ച് അടുപ്പിൽ വേവിച്ച് എടുക്കാം. പക്ഷേ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ തലേദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച ഉലുവ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ്. ഒരു 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ കുഞ്ഞുള്ളി. ഇതിൽ ധാരാളം പ്രോട്ടീനും സൾഫറും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചുമയ്ക്കും ആസ്മയ്ക്കും ജലദോഷത്തിനൊക്കെ ഈ ചുവന്നുള്ളി നല്ലതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ 4 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വേണ്ടത് അരമുറി നാളികേരമാണ്. അതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ നമുക്ക് 2 കഷ്ണം ശർക്കര ഉരുക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ പനഞ്ചക്കരയോ ഉപയോഗിക്കാം കേട്ടോ അതിനായിട്ട്. അതുപോലെ തന്നെ മധുരം ആവശ്യമില്ലെങ്കിൽ നമുക്ക് അരി വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 വിസിൽ കൊണ്ട് തന്നെ അരിയും ഉലുവയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിന് പകരം ശർക്കര ചേർത്ത് കൊടുത്താൽ കുട്ടികളൊക്കെ ഇത് സുഖമായിട്ട് കുടിച്ചോളൂ കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പാകുമ്പോൾ ഉലുവയുടെ ചെറിയ കയ്പ്പുണ്ടാകുമ്പോൾ കുട്ടികൾ കുടിക്കാൻ മടി കാണിക്കും. അതുകൊണ്ടാണ് കേട്ടോ ശർക്കര ചേർക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നാളികേര പാലായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നല്ലപോലെ തിളപ്പിക്കരുത്. ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ അത്. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കി കുടിക്കാം. പിന്നെ ഇത് ഉപ്പ് ചേർത്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തോരൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. മധുരം ചേർത്തിട്ടാകുമ്പോൾ പിന്നെ പായസം പോലെ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഉലുവയുടെ ചെറിയൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ എന്തായാലും ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ ചേർത്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ തുടർച്ചയായി 7 ദിവസം ഒരു നേരം ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ട് വളരെയേറെ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.